പ്രിയമുള്ളവരെ, ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ വീണ ജോർജ്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. അതെ, ആ പറച്ചില്ല എല്ലാ പ്രേക്ഷകർക്കും ഒരു ഉന്മേഷവും ഊർജ്ജവും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട നമ്മൾ ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് കേരളം ഒന്നിച്ച് ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം അതിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുകയാണ്. വൈബ് ഫോർ വെൽനെസ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അവസാനം കേട്ടത് എക്സ്പയറി ഡേറ്റിനെ കുറിച്ചാണ്. അപ്പൊ കേരളത്തിൽ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. സ്ത്രീകൾക്ക് 80 വയസ്സും പുരുഷന്മാർക്ക് 76, 77 വയസ്സുമാണ്. അപ്പോൾ എത്ര വർഷം ജീവിക്കുന്നോ നമ്മൾ ക്വാളിറ്റിയുള്ള ലൈഫ് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗങ്ങളില്ലാത്ത, രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയുന്ന ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ കൈകൾ കോർക്കുകയാണ്. പരസ്പരം എൻകറേജ് ചെയ്തുകൊണ്ട് വ്യായാമങ്ങളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു വെൽനസ് മിഷന് കേരളം തുടക്കം കുറിക്കുന്നു. എന്തൊക്കെയാണ് മിനിസ്റ്റർ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഇപ്പൊ ഈ സ്ത്രീ പുരുഷന്മാരുടെ കാര്യത്തിലെ യഥാർത്ഥത്തിൽ ഈ വ്യായാമം ചെയ്യുന്നത് പുരുഷന്മാരാണെന്നാണല്ലോ പൊതുവെ വെപ്പ്. പക്ഷെ അവരുടെ പ്രായം 76 ഉള്ളൂ, അവരുടെ എക്സ്പയറി 76 ആകുമ്പോഴേക്ക് എക്സ്പയർഡ് ആവും. പക്ഷേ 84 സ്ത്രീകൾക്ക് കാണുന്നത്. അപ്പോൾ സ്ത്രീകളെ കൂടി പുരുഷന്മാരെ കൂടി കുറച്ച് അവർക്ക് ആരോഗ്യം കൊടുക്കുന്ന എന്ത് പരിപാടിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ ഇപ്പോൾ നമ്മളുടെ 2 ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് ചാർട്ട് ചെയ്യുമ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന്, ശരീരത്തിന്റെ ആരോഗ്യം. 2, തുല്യമായി പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ മനസ്സിന്റെ ആരോഗ്യാവസ്ഥകൾ പലപ്പോഴും ശരീരത്തിന്റെ രോഗാവസ്ഥകളെ കൂടിയല്ല ആരോഗ്യാവസ്ഥയെ നിർണ്ണയിക്കും. അപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ 4 പില്ലേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഞാൻ പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ, അങ്ങയുടെയും അല്ലെങ്കിൽ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏതാനും മിനിറ്റുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിക്ഷേപമാണ്. അപ്പോൾ ഓരോ ദിവസവും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 20 മുതൽ 30 മിനിറ്റ് വ്യായാമം, യോഗയാകാം, അതല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് സൂംബ ആകാം, എയറോബിക്സ് ആകാം, ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യാൻ കഴിയുമെന്ന്. ഒന്നാമത്തെ കാര്യം അത് ആക്ട് വെൽ, റിമൂവ് വെൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈറ്റ് വെൽ. നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ കേരളത്തിൽ നമ്മൾ 3 വർഷമായിട്ട് ശൈലി ആപ്പ് വഴി സർവേ നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് 100 പേരെ എടുത്ത 34 പേർക്ക് BP ഉണ്ട്. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സർവേ നടക്കേണ്ട 3ാമത്തേത് ഇന്ന് ബഹുമാനപ്പെട്ട CM ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 34% പേർക്ക് BP ഉണ്ട്, 24% പേർക്ക് പ്രമേഹം ഉണ്ട്. നമ്മൾ ഒരു വർഷമായിട്ട് ഈ 2025 ഫെബ്രുവരി 4-ാം തീയതി ഒരു ക്യാൻസർ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. 21 ലക്ഷം ആളുകൾ അതിൽ സ്ക്രീനിങ്ങിന് വിധേയമായി. പുതുതായിട്ട് കുറേയേറെ ആളുകൾക്ക് ക്യാൻസർ കണ്ടുപിടിച്ചു. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, സ്ത്രീകളിലെ സർവൈക്കൽ ക്യാൻസറിന് പ്രീ ക്യാൻസറസ് സ്റ്റേജിൽ 218 പേരെയാണ് നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള 240ഓളം ആളുകൾ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജിലുള്ള, അങ്ങനെ ഓരോ ക്യാൻസറും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടയിൽ ഈ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉപ്പ്, പഞ്ചസാര, അമിതമായ എണ്ണ, കൊഴുപ്പ്, അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ പറയില്ല ഇൻസ്റ്റൻറ്റ് ഫുഡൊക്കെ, അങ്ങനെ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശീലമാക്കുക. 3ാമത്തെ കാര്യം ഉറക്കമാണ്. നമ്മളെല്ലാവരെയും നോക്കിയാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഇതുപോലെ പങ്കെടുത്തപ്പോൾ ഞാൻ പ്രേക്ഷകരുടെ കൂടി ഇരിക്കുകയായിരുന്നു. എൻ്റെ ഒപ്പം ആശമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് പറയുകയാണ് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരിക്കലും 6 മണിക്കൂർ ഉറക്കം കിട്ടാറില്ല. നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ അത് ശരിയാണ്. അപ്പോൾ 6 മണിക്കൂർ എന്നുള്ളത് ഉറങ്ങുക, അതിൽ ഡീപ്പ് സ്ലീപ്പ് വേണമെന്നുള്ളത്. 4ാമത്തെ കാര്യം ആരോഗ്യകരമായ ശീലങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയും. അപ്പോൾ നമുക്കറിയാം, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റി വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു പെൺകുട്ടി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു. കാത്ത് ലാബുകൾ എല്ലാ ജില്ലകളിലും, ഏറ്റവും അവസാനം ഇനി ഇടുക്കിയിൽ മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്, അവിടെയും കാത്ത് ലാബ് സാധ്യമാക്കുന്നു. ന്യൂറോളജി സ്ട്രോക്ക് സെന്റേഴ്സ് എല്ലായിടത്തുമായി. കേരളം ക്യാൻസർ ചികിത്സയുടെ ഹബ്ബായി. ചികിത്സാ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി. പക്ഷെ നമ്മൾ പറയുന്നു ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനം രോഗം വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗത്തെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ, അത്
പലപ്പോഴും നമ്മളൊരു തുടർച്ചയായ എൻകറേജ്മെന്റ് നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പിൻവാങ്ങി പോകുന്നത്. 1-ാം തീയതി 2-ാം തീയതി ന്യൂ ഇയറിലൊക്കെ നമ്മൾ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകും. ഒരു 4-ാം തീയതി ആകുമ്പോൾ വിചാരിക്കും ഒന്നെനിക്ക് പറ്റില്ല, ഇന്നൊരു ക്ഷീണമാണ്, ഇന്ന് ഞാൻ അല്പസമയം കൂടി ഉറങ്ങാം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ആ ഒരു തുടർച്ചയായ ഒരു പിന്തുണ നൽകുക എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജനകീയാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ 3-4 വാർഡുകളിലാണ്. അവിടെ ജനകീയാരോഗ്യ ക്ലബ്ബുണ്ട്. അവിടെ നമുക്ക് വ്യായാമം ചെയ്യാം. അവിടെ സ്പേസ് ഇല്ലെങ്കിൽ അവർ ക്രമീകരിക്കുന്ന സ്ഥലത്ത് 10,000 യോഗ ക്ലബ്ബുകളുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും സ്പോർട്സ് കായിക വകുപ്പും സ്പോർട്സ് കൗൺസിലും എല്ലാം ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, മിനിസ്റ്റർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വെൽനസ് മിഷൻ തുടങ്ങുകയാണ്, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ്. പുതുവർഷത്തിൽ നല്ല ഭക്ഷണം കഴിക്കുക, അതേപോലെ നല്ല വ്യായാമങ്ങളിൽ ഏർപ്പെടുക, നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ, നല്ല ശീലങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? പിന്നെ കുറച്ച് മാനസികാരോഗ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശീലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, മിനിസ്റ്റർ ഈ 2026 എന്തെങ്കിലും പുതിയ പ്രതിജ്ഞകളോ അങ്ങനെ പുതിയ തീരുമാനങ്ങളോ എടുത്തിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അതായത് ഞാൻ പലപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ചായ കോഫിയാണ് ഏറ്റവും കൂടുതൽ. അത് പക്ഷേ ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും പഞ്ചസാര, പാല് ഇതെല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഷുഗർ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 2-3 മാസമൊക്കെ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കും. പക്ഷെ പിന്നെ സ്വയം തോന്നും എനിക്ക് ക്ഷീണം തോന്നും. പഞ്ചസാര ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വീണ്ടും പഞ്ചസാര ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ഈ 2026 പഞ്ചസാരയുടെ ഉപയോഗം അത് കുറയ്ക്കാം, അല്ലെന്ന് വെച്ചാൽ ഒഴിവാക്കാം എന്നുള്ളതാണ്. കുറയ്ക്കാന്നല്ല പറയേണ്ടത് കേട്ടോ, പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക. 100% കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് നടത്തൂല. ഒഴിവാക്കാം, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പൊ ചായയിൽ തുടങ്ങി കാപ്പിയിലും ചായയിലും തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല. ഈ ചായക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല അസാമീസ് ചായ ആണല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡെറാഡൂണിലൊക്കെ കിട്ടുന്ന ചായയാണ് ഗംഭീര ചായ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ ചായ നല്ലതാണ്. ആ ബ്ലാക്ക് ടീ മധുരമിടാതെ കുടിച്ചു തുടങ്ങിയാൽ നമ്മൾ അതിൻ്റെ അഡിക്റ്റ് ആവും എന്നുള്ളതാണ്. അഡിക്റ്റ് ആവുന്നത് ശരിയല്ലെങ്കിൽ പോലും. അപ്പം മിനിസ്ട്രിക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. നല്ല ശീലങ്ങളോടെ സർക്കാരിൻ്റെ ഈ വെൽനസ് മിഷൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഗംഭീരമാവട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മളുടെ ആരോഗ്യം എക്സ്പയറി ഡേറ്റ് എത്രയും നീട്ടിക്കൊണ്ടു പോകാമോ അത്രയും നമ്മൾ നീട്ടിക്കൊണ്ടു പോവുക. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വെൽനസ് മിഷന് തുടക്കമാവുകയാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മൾ ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കും, പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം മനസ്സിനെക്കുറിച്ചുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. പക്ഷേ നിങ്ങൾ അയാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, അയാളെ നിങ്ങൾ നന്നായിട്ട് പരിചരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നും. ഭൗതിക സാഹചര്യങ്ങൾ കൊടുക്കും, പോരാ. അയാളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ നമ്മളുടെ വാക്കും ഇടപെടലും കൊണ്ട് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകണം. ഒരുപാട് ഡിപ്രഷനുള്ള മനുഷ്യരുടെ കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എളുപ്പമാണ്, താളം ഒന്ന് തെറ്റിയാൽ നേരെ താഴേക്കും. അപ്പോൾ അവന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. മാനസികമായും ശാരീരികവുമായിട്ടുള്ള മികച്ച ആരോഗ്യം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സർക്കാരിൻ്റെ വെൽനസ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ്.